നമസ്കാരം. വസ്തു വാങ്ങുമ്പോൾ വാസ്തു നോക്കണോ? ചിലപ്പോൾ നോക്കേണ്ടി വരും. കാരണം നമ്മൾ വസ്തു വാങ്ങുന്നത് വീട് വയ്ക്കാനാണെങ്കിൽ വാസ്തു നോക്കിയാണ് നമ്മൾ വീട് വയ്ക്കുന്നതെങ്കിൽ വസ്തു വാങ്ങുമ്പോൾ വാസ്തു നോക്കിയാൽ പിന്നീടുള്ള പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ പറ്റും. വാസ്തു മാത്രം നോക്കിയാൽ മതിയോ? പോരാ, മറ്റ് പല കാര്യങ്ങളും നോക്കണം. പ്രധാനമായിട്ടും നമ്മുടെ വീട് വാങ്ങുന്ന ലൊക്കേഷനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നീട് അങ്ങോട്ട് വഴി സൗകര്യമുണ്ടോ, ജലലഭ്യതയുണ്ടോ, മണ്ണിൻ്റെ ഘടന എന്താണ്? കാരണം ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലും പാറകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലും ചരിവ് കൂടുതലുള്ള സ്ഥലങ്ങളിലും വീട് വയ്ക്കുവാൻ നമുക്ക് നിർമ്മാണ ചെലവ് വളരെ കൂടുതലാകും. അതുപോലെ ഒരു വലിയ ലോറിക്ക് മെറ്റീരിയൽസുമായിട്ട് കടന്നു വരാനുള്ള സൗകര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നഗരപരിധിക്ക് പുറത്ത് നമ്മൾ വസ്തു വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു 12 സെൻറ്റ് സ്ഥലമെങ്കിലും നമ്മൾ വാങ്ങണം. കാരണം 12 സെൻറ്റെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് വീട് വെച്ച് കഴിയുമ്പോൾ വീടിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് ഫ്രീ സ്പേസ് കിട്ടുകയുള്ളൂ. കാരണം അങ്ങനെ ഫ്രീ സ്പേസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് വീടുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പല അറേഞ്ച്മെൻറ്റുകളും നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു സാമാന്യമായിട്ടുള്ള ഒരു സ്വകാര്യത ലഭിക്കണമെങ്കിലും നമുക്ക് അല്പം സ്ഥലമൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമസ്കാരം.